ഹലോ, വെൽക്കം ടു ലെറ്റ്സ് കുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അരച്ചെടുക്കണം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റും, ഒരു കോഴിമുട്ടയും, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റത്തോളം കൂടി വെക്കണം. ഇനി നമുക്ക് പാൻ വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ അത് എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു പിടി കറിവേപ്പിലയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്കിതൊരു ജാറിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. തേങ്ങയുടെ പച്ച മണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കരുവേപ്പില ചിക്കൻ പെരട്ട് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. മനസ്സിലായി. ടേക്ക് കെയർ, ബൈ.